പയ്യന്നൂർ ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ചുവന്ന കോട്ടയെന്ന ആവേശത്തോടെ ആവർത്തിച്ചു പറഞ്ഞിരുന്ന ഒരു മണ്ണ്. ആ മണ്ണിൽ നിന്നിപ്പോൾ കേൾക്കുന്നത് വിപ്ലവ ഗാനങ്ങളല്ല, മറിച്ച് അഴിമതിയുടെയും ഫണ്ട് തട്ടിപ്പിൻ്റെയും ജീർണതയുടെയും നാറുന്ന കഥകളാണ്. രക്തസാക്ഷികളുടെ ചോര വിറ്റ് കാശാക്കിയ നേതാക്കളുടെ അഹങ്കാരത്തിന് ജനങ്ങൾ നൽകിയ തിരിച്ചടിയാണ് പയ്യന്നൂരിലും തളിപ്പറമ്പിലും CPM ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഒടുവിൽ പാർട്ടിക്ക് ആ തീരുമാനത്തിലേക്ക് എത്തേണ്ടി വന്നിരിക്കുന്നു. പയ്യന്നൂർ ഏരിയ കമ്മിറ്റി പിരിച്ചുവിടാൻ CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ്. താൽക്കാലിക സെക്രട്ടറിയെയും കമ്മിറ്റിയെയും വെച്ച് പാർട്ടിയിലെ അഴുക്കുകൾ കഴുകിക്കളയാനുള്ള നെട്ടോട്ടത്തിലാണ് നേതൃത്വം. രക്തസാക്ഷി ധനരാജ് ആ പേര് കേൾക്കുമ്പോൾ ആവേശത്തോടെ മുദ്രാവാക്യം വിളിച്ച ആയിരക്കണക്കിന് പാർട്ടി അണികളുണ്ട് ഈ കണ്ണൂരിൽ. എതിരാളികളുടെ വെട്ടേറ്റ ആ ചെറുപ്പക്കാരൻ വീണുപോയപ്പോൾ അവൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാനെന്ന പേരിൽ തെരുവിൽ തട്ടുകടക്കാരൻ്റെയും ലോട്ടറിക്കാരൻ്റെയും കൂലിപ്പണിക്കാരൻ്റെയും മുന്നിൽ കൈനീട്ടി പിരിച്ചെടുത്ത പണം അതെവിടെ പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. ആ ഫണ്ടിൽ പോലും തിരിമറി നടത്താൻ ചില പ്രാദേശിക നേതാക്കൾക്ക് മടിയുണ്ടായില്ല എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തു വന്നത്. കേരള ജനതയെ ഉലച്ചു കളഞ്ഞ ധനരാജ് ഫണ്ട്, പാർട്ടി ഓഫീസ് നിർമ്മാണ ഫണ്ട്, തെരഞ്ഞെടുപ്പ് ഫണ്ട്, അങ്ങനെ തരം കിട്ടിയപ്പോഴൊക്കെ കോടികളുടെ വെട്ടിപ്പ് നടത്തിയവർക്കെതിരെ അണികൾ തന്നെ തിരിഞ്ഞപ്പോൾ അവരെയൊക്കെ പാർട്ടി വിരുദ്ധർ എന്ന് മുദ്രകുത്തി ഒതുക്കാനാണ് നേതൃത്വം ശ്രമിച്ചത്. പക്ഷേ ജനങ്ങളെല്ലാം കാണുന്നുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ജനങ്ങൾ നൽകിയത് കരണത്തടിച്ച പോലുള്ള മറുപടിയാണ്. സ്ഥാനാർത്ഥി നിർണയത്തിലെ വീഴ്ചയും പ്രാദേശിക നേതാക്കളുടെ ധാർഷ്ട്യവും കാരണം പയ്യന്നൂരിലും തളിപ്പറമ്പിലും പാർട്ടി അടിതെറ്റി വീണു. പാർട്ടി കുലംകുത്തികളെന്ന് മുദ്രകുത്തിയ TK ഗോവിന്ദനും കുഞ്ഞികൃഷ്ണനും അങ്ങനെ മത്സരിച്ച് വിജയിച്ച് MLA മാരായി. തോൽവി പഠിക്കാൻ 2 പേരടങ്ങുന്ന കമ്മീഷനെ വയ്ക്കേണ്ടി വന്നു സംസ്ഥാന നേതൃത്വത്തിന്. പാർട്ടി കോട്ട എന്ന് അഹങ്കരിച്ച സ്ഥലത്താണ് തോൽവിയെക്കുറിച്ച് അന്വേഷിക്കാൻ അന്വേഷണ കമ്മീഷൻ വരേണ്ടി വന്നത് എന്നോർക്കണം. ധനരാജ് വധക്കേസിൽ കോടതി വിധി വരാൻ പോവുകയാണ്. വിധി വരുന്നതിന് മുൻപ് പാർട്ടിയിലെ ഈ നാണം കെട്ട ഫണ്ട് തട്ടിപ്പ് വിഷയം ഒതുക്കി തീർത്തില്ലെങ്കിൽ ഇനിയൊരു തിരിച്ചുവരവ് അസാധ്യമാകുമെന്ന സംസ്ഥാന നേതൃത്വം മുന്നറിയിപ്പ് നൽകിയതോടെയാണ് ജില്ലാ കമ്മിറ്റി ഇപ്പോൾ പെട്ടെന്ന് ഈ ശുദ്ധീകരണ നാടകത്തിന് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. തോളിൽ പച്ച പരിഷ്കാരികളുടെ ബാഗും തൂക്കി ആഡംബര കാറുകളിൽ വന്നിറങ്ങി താഴെത്തട്ടിലെ അണികളെ അണിപങ്ങളായി കാണുന്നവരെ പുതിയ തലമുറ നേതാക്കളുടെ അഹങ്കാരത്തിനാണ് ജനങ്ങൾ തിരിച്ചടി നൽകിയിരിക്കുന്നത്. ചുമരെഴുതിയും മുദ്രാവാക്യം വിളിച്ചും പാർട്ടിയെ ചുമന്ന പാവമണികൾ ഇന്നും പട്ടിണിയിലാണ്. എന്നാൽ അവരുടെ ചോരയും നീരുമൂറ്റി കുടിച്ച ചില നേതാക്കൾ മാത്രം കോടീശ്വരന്മാരായി വളർന്നു കഴിഞ്ഞു. ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ട് പുതിയ ഭാരവാഹികളെ വച്ചതുകൊണ്ട് മാത്രം പയ്യന്നൂരിലെ ജനങ്ങൾ നിങ്ങളോട് പൊറുക്കുമോ എന്നും ചോദ്യമുയരുന്നു. രക്തസാക്ഷിയുടെ വീടിൻ്റെ തറക്കല്ലിൽ വരെ കൈയിട്ടുവാരിയ അഴിമതിക്കാരെ പുറത്താക്കാൻ ധൈര്യമുള്ളത് ആർക്കാണെന്ന ചോദ്യമുയരുന്നു. രക്തസാക്ഷികളുടെ കഥ പറഞ്ഞ് കണ്ണീർ വിറ്റ് കാശാക്കുന്ന കച്ചവട സ്ഥാപനമായി CPM മാറി എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് പയ്യന്നൂരിലെ ഈ പതനം. കോട്ടകളെന്നും തകർക്കപ്പെടാത്തതല്ല. അടിത്തറ ജീർണിച്ചാൽ എത്ര വലിയ കോട്ടയും തകർന്നു വീഴുമെന്ന് പയ്യന്നൂരിലെ ജനങ്ങൾ തെളിയിച്ചിരിക്കുകയാണ്. ശുദ്ധീകരണം നടക്കുന്നത് ഏരിയ കമ്മിറ്റിയിലല്ല, നേതാക്കളുടെ മനസ്സിനാണ് വേണ്ടത്. അല്ലാത്ത പക്ഷം ഈ പ്രസ്ഥാനത്തിൻ്റെ അടിവേരുകൾ പൂർണ്ണമായും ജനങ്ങൾ തന്നെ തോണ്ടിയെറിയുന്ന കാലം വിദൂരമല്ല.